ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഷീ കെയറിൻ്റെ നാച്ചുറൽ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ട്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ല റിസൾട്ടാണ് പറയുന്നത്. നമ്മുടെ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ. നാടൻ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ്. ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്യുവർ ആയിട്ടുള്ള ഓയിലാണ്. ഹെയർ ഫാൾസ് അല്ലെങ്കിൽ മുടി കട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓയിൽ 2 ആഴ്ച യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ നല്ല താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഓയിൽ കുറച്ച് ദിവസം യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. താരനൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഗോതമ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരപ്പാവാണ്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് ശർക്കരപ്പാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കര മെൽറ്റാക്കിയിട്ടുള്ള വെള്ളമാണ്, ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ദോശമാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറുത്ത എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറുത്ത ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇനി മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസായി പോയാൽ ഇതിലെ എണ്ണ കുടിക്കും. മാവ് റെഡിയാക്കി ഉടനെ തന്നെ നമുക്ക് ഈ ഒരു അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പരന്നൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട. കുറച്ച് ഓയിലിലേക്ക് ഇതുപോലെ ഒരു തവി മാവ് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പരത്തൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ പാനിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കാം കേട്ടോ. ഇതിലിപ്പോൾ 2 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. തീരെ ഓയിൽ വേണ്ടാത്തവരാണെങ്കിൽ ദോശ പോലെ അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം റെഡിയായി. അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ദോശയൊക്കെ അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്